അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഇന്നലെ വ്ളോഗ് ഇടാൻ ചെറിയൊരു പ്രോബ്ലം കാരണം വ്ളോഗ് എടുത്തു വെച്ചിരുന്നു, ഇടാൻ വൈകി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇന്ന് 2 ദിവസത്തെ വ്ളോഗ് ഒന്നിച്ച് അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയൊരു വ്ളോഗ് അങ്ങോട്ട് കണ്ട് പെടാലോ നിങ്ങൾക്ക്. ഒരുപാട് റെസിപ്പി കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എന്നോട് സ്പെഷ്യലായിട്ട് പ്രത്യേകം പറഞ്ഞിരുന്നു ജിനിത്ത റെസിപ്പി എന്തായാലും ഇടാൻ മറക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ രാവിലെ എണീച്ച് നമ്മുടെ പരിപാടി അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. പാല് വന്നിട്ടുണ്ടായിരുന്നു. വേഗം ഞാൻ ചായ വെക്കാൻ വേണ്ടി നിന്നു. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വഴിയെ ചെയ്യാമല്ലേ. പാലിന് വില കൂടി 2 രൂപ 4 രൂപ അങ്ങനെ എങ്ങാണ്ടോ കൂടിയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിവരം ഒക്കെ അറിഞ്ഞു. ഇനിയിപ്പോൾ ഓരോന്നിനായിട്ട് ഇങ്ങനെ അല്ലേ. സിലിണ്ടറിന് ഓൾറെഡി വില കൂടിയല്ലോ. എന്നോട് ഗ്യാസ് ഇങ്ങനെ കത്തിക്കണമാകുമ്പോൾ പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞേ. എനിക്കും ശരിക്കും പറഞ്ഞാൽ പേടിയൊക്കെ ഉണ്ട്. പിന്നെ എന്താണ്, നമുക്ക് അടുപ്പൊന്നും കത്തിച്ച് ശീലമില്ല. ഇനി ഗ്യാസ് കെട്ടിയാൽ മതിയായിരുന്നു പഠിച്ചോനെ എന്നും പറഞ്ഞിട്ടാണ് ദിവസം ഗ്യാസ് കത്തിക്കാറ് കേട്ടോ. അങ്ങനെ ചായക്ക് റെഡിയായി. ഇനി വേഗം പോയി ചായ എല്ലാം കുടിച്ച ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ പ്രോപ്പറായിട്ട് ഒന്നുമില്ല. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞിട്ട് കൊളാക്കണ്ട. പറയാണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഇപ്രാവശ്യം നിങ്ങൾ വഴിയെ കണ്ടാൽ മതി. ഓക്കെ. അങ്ങനെ ഞാൻ ചായ കുടിച്ച ശേഷം വാഷിങ്ങിനിട്ടു. ഇന്ന് രാവിലെ തന്നെ വെണ്ടയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്ക പുളി. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ലൈവിൽ വന്നപ്പോഴേ എന്നോട് എന്താ ലഞ്ചിന് സ്പെഷ്യൽ ചോദിച്ചു. അപ്പോൾ ഞാൻ വെണ്ടയ്ക്ക പുളി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അതെന്താ സാധനം എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിവിടെ പുളി ഒഴിച്ച കറികൾക്കൊക്കെ ആ പേര് പ്ലസ് പുളി അങ്ങനെയാട്ടോ പറയുക. വെണ്ടയ്ക്ക കറി എന്നല്ല, വെണ്ടയ്ക്ക പുളി എന്ന് പറയും കേട്ടോ. അപ്പോൾ അതാ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറിയ ജീരകം ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്നും വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതാ വെണ്ടയ്ക്ക നീളത്തിൽ ഇങ്ങനെ മുറിച്ചതിനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് 2 തേങ്ങ പോയി പൊളിച്ചെടുത്തിട്ട് വരാം. പുതിയ തേങ്ങാപ്പാര കേട്ടോ. ഇതിനെ പാരാന്ന് തന്നെയല്ലേ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? അയ്യോ, ഇപ്പോൾ വയറ്റിക്ക് കുത്തി കയറിയിട്ടുണ്ടാവില്ലേ. വീഡിയോ കണ്ടപ്പോഴാണ് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ ഇപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഞാൻ 2 തേങ്ങ ഇവിടുന്ന് പൊളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില വലിക്കാൻ പോയി. കറിവേപ്പിലയ്ക്ക് എന്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നേ എന്ന് കുറേ പേര് പിന്നെയും ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ സാധാരണ വെള്ളം ചിലപ്പോൾ ഉമ്മയും ഉപ്പയും ഒഴിച്ചു കൊടുക്കുന്നതാണ്. പൂച്ച സാറ് കണ്ടില്ലേ ഓടുന്നു. ഞാനിപ്പോഴാണ് കാണുന്നത് അത്. ഞാനിങ്ങനെ വീഡിയോയിൽ നോക്കിക്കൊണ്ട് വരികയല്ലേ ഫോണിൽ. പൂച്ച ഓടിയത് ഇതപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴാണ് കേട്ടോ കണ്ടത്. നിങ്ങൾ കണ്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കറിവേപ്പില ചെടിക്ക് വലിയ രീതിയിൽ കെയറിങ് കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്നില്ല. ഇവിടെ ആകെ ഉണ്ടാകുന്നൊരു സംഭവം അതാണ്. അതുകൊണ്ടായിരിക്കാം അതെപ്പോഴും ഉണ്ടാവട്ടെ അല്ലേ. ഇതാ നമ്മുടെ വെണ്ടക്കായ ശേഷം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ അളവൊന്നും കാര്യമായിട്ട് പറയണമൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോ. എരിവൊക്കെ എത്രത്തോളം വേണോ അതിനനുസരിച്ച്. ഒന്ന് വഴണ്ട് വന്ന ശേഷം ഞാനിതിലോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ എന്തായാലും പച്ചവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വയ്ക്കുന്നുണ്ട്. ഇനി മസാല നന്നായിട്ട് വന്ന ശേഷമാണ് ഞാനിതിലോട്ട് പുളിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് മീൻ കറിക്കൊക്കെ നമുക്ക് എത്രത്തോളം പുളി വേണം അതിനനുസരിച്ചുള്ള പുളി വേണം കേട്ടോ അതിന്. ഈ വെണ്ടക്ക കറി ഉണ്ടെങ്കിൽ ഒരു പപ്പടം മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. നല്ല മൈ പോലെ അരച്ച തേങ്ങ, മൈ പോലെ തന്നെ അരക്കണം എന്ന് പറയും പണ്ടുള്ളവർ. അപ്പോൾ അങ്ങനത്തെ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇച്ചിരി കറിവേപ്പിലേക്ക് ഇട്ടിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഞാൻ ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണേ. നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യാറുണ്ടോ? അങ്ങനെ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. അവർ ഉച്ചക്കലത്തെ കറി ഞാൻ രാവിലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ എനിക്ക് എന്തോ പകുതി പണി തീർന്ന പോലെ ചുമ്മാ തോന്നി കേട്ടോ അതൊക്കെ. എന്നാലും അല്ലേ. പിന്നെ ഇടിയപ്പം ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ദിവസം എൻ്റെ കമൻറ്റ് ബോക്സിൽ. ഇനിയിപ്പോൾ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയ സമയത്ത് ആ കുട്ടി കാണുമോയെന്നറിയില്ല. നല്ല വെട്ടി തിളച്ച വെള്ളം വേണം നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ. അല്ലാണ്ട് ഈ പണിക്ക് നിൽക്കരുത്. എനിക്ക് ആദ്യം ഏറ്റവും പ്രയാസമുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു ഇടിയപ്പം. എനിക്കിപ്പം അത്യാവശ്യം ഈസിയുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇടിയപ്പം. സോ ഭയങ്കര സന്തോഷമാണ് അതിൽ. കാരണം ഞാൻ തിരിച്ചിങ്ങനെ പീച്ചുന്ന ആ സാധനം മേടിച്ചു. അതിൻ്റെ അപ്പുറം പൊടി വാട്ടാൻ ഞാൻ പഠിച്ചു. ഇത് രണ്ടും. അപ്പോൾ നല്ല തിളച്ചത് പത്തിരിപ്പൊടിയിലോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി ചൂടാറിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുഴച്ചെടുക്കാം.
ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ടൈമിൽ. അങ്ങനെ നമ്മൾ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ ഞാൻ. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് എടുക്കാറുള്ളത്. അപ്പം എന്തായാലും വേഗം വേഗം അത് ഫുള്ളായിട്ട് നിറച്ചിട്ടുണ്ട്. ഇത് കുത്തി നിറച്ചോ എന്നാൽ തന്നെ ഉള്ളൂ ഒരു തട്ട് ഇടിയപ്പം നമുക്കിത് പീച്ചാൻ കിട്ടുള്ളൂ. ഇതിപ്പോൾ എനിക്കിപ്പോൾ ഇത് ഫുള്ള് ഫില്ലായി തോന്നും. പക്ഷേ ഇതാ ഇത്രയും വീച്ചിട്ട് ഇത്ര ആയപ്പോഴാണ് ഇതൊന്നും ഇങ്ങനെ മാവ് വരാൻ തുടങ്ങിയത് കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ലാസ്റ്റ് കുറച്ച് അവിടെ പിടിക്കുകയും ചെയ്യും. അതാണ് ഏറ്റവും ദേഷ്യമുള്ളൊരു കാര്യം. പിന്നെ ഇത് ഓപ്പൺ ചെയ്ത് അതെടുത്ത് വീണ്ടും നെക്സ്റ്റ് നമ്മളാക്കുമ്പോൾ അതിലോട്ട് മിക്സ് ചെയ്ത് ചെയ്യണം. പക്ഷേ എനിക്ക് പീച്ചാൻ തുടങ്ങിയ പിന്നെ അതൊന്നും ഒരു പ്രശ്നമല്ലാണ്ടായി ഇപ്പോൾ. അങ്ങനെ നമുക്ക് ഇടിയപ്പത്തിലേക്ക് പാല് പിഴിഞ്ഞതാണ് ഇവിടെ ഉമ്മാക്കും ഉപ്പാക്കും ഇക്കാക്കും മോനിക്കും ഒക്കെ ഇഷ്ടം. എനിക്കും റിഹാനിക്കും മാത്രമേ ഉള്ളൂ മസാലക്കറി ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മസാലക്കറി ഉണ്ടായിരുന്നു കുറച്ച്, പിന്നെ നമ്മുടെ കടലക്കറി ആയിട്ടുണ്ടായിരുന്നു, പിന്നെ പാലും പിഴിഞ്ഞെടുക്കുക വിചാരിച്ചു. ഒരു തേങ്ങ ഫുള്ളായിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഫുള്ള് പിഴിഞ്ഞെടുക്കുക. പഴവും പിന്നെ തേങ്ങ അരയ്ക്കുമ്പോൾ ഞാൻ അതിൽ തന്നെ പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് ഫുള്ള് കറങ്ങി വരുമല്ലോ വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ പാല് പിഴിഞ്ഞത് റെഡി. അയാൻകുട്ടിക്കൊക്കെ ഇത് വെറുതെ കഴിക്കാൻ തന്നെ ഇഷ്ടമാണ്. 2 തേങ്ങ ഉണ്ടായിക്കൂടെയെന്ന് എന്നോട് ചോദിക്കുക. ശരി ഉണ്ടാക്കാം, നീ തേങ്ങ ചിരവി തന്നാൽ മതി പറഞ്ഞു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു മുട്ടക്കുറുമിയും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എണ്ണയിൽ എല്ലാ സ്പൈസസും ഇട്ട് കൊടുത്ത ശേഷം 2 വലിയുള്ളി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരു തക്കാളി പിന്നെ കറിവേപ്പില ഇട്ടിട്ട് വീണ്ടും ഒന്ന് വഴറ്റുന്നുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പിട്ടിട്ട് ഒന്ന് വഴറ്റിയും കൂടി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ പൊടികളുടെ കണക്ക് കറക്റ്റായി പറയാത്തത് ഓരോരുത്തർക്കും ഓരോ ടൈപ്പിൽ പൊടികൾ ഇടാനല്ല ഇഷ്ടമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇതൊന്ന് മസാല ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഇതങ്ങ് അടച്ച് വയ്ക്കാം. പിന്നെ ഞാൻ ഇവിടെ എഗ്ഗ് സെറ്റാക്കി വെച്ചിരുന്നു, അതിനൊന്ന് വരഞ്ഞും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മസാല എന്തെങ്കിലോട്ട് എഗ്ഗും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കുറുമ റെഡി. എനിക്ക് ഭയങ്കര ഈസി ഉള്ളൊരു കറി കേട്ടോ ഇത്. ഭയങ്കര ഈസിയാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ എനിക്ക്. അപ്പോൾ ഇതാ തേങ്ങ അരച്ചതും കൂടെ റെഡിയാക്കിയ ശേഷം ഇതൊന്ന് തിളച്ച് വരട്ടെ. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ കൊത്തിയരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി. ഞാൻ പിന്നെ വേഗം പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ വേഗം കൊണ്ടുവച്ചു. നമ്മുടെ പ്ലേറ്റ് കൊണ്ടുവച്ചു, പിന്നെ പാലും പഴവും സെറ്റാക്കിയത് കൊണ്ടുവച്ചു. ഉപ്പാപ്പഴേക്കും വന്നിരുന്നു, കറിയും കൊണ്ടുവച്ചു. ഇനി എല്ലാം കൂടെ കൂട്ടി ഒരു കഴിക്കൽ. അതിന് ശേഷം എന്താണ്, നമുക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എന്താണ്, ഐ ആൾസോ വിഷ് ടു വാച്ച് തായ് കിളവി. എങ്ങനെയാ കണ്ടതെന്നോ തായ് കിളവിന്നാണ് ഉദ്ദേശിച്ചത്. ദിസ് കുഴവിന്നോ എഴുതിയിരിക്കണ ദിസ് കുഴവിന്നാണ്. ഓക്കെ, അതെന്താണെന്നുള്ളത് ഒന്നുകൂടെ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ കമൻറ്റ് ഇടുന്നത് തന്നെ താൻ അത് വായിക്കുന്നത് കേൾക്കാനാണ്. ഗുഡ് ഐഡിയ. ഇങ്ങനെ ആരും ചെയ്യാറില്ല, ഭയങ്കര ബുദ്ധിമതിയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മുത്തേ. പിന്നെ ഇത്തയുടെ സിസ്റ്റർ ഇവിടെ വരാറില്ലേ? നിങ്ങളെ കാണാൻ വീട്ടിലുള്ള എല്ലാവർക്കും എൻ്റെ സലാം പറയണേ. താത്ത വന്നിട്ട് കുറച്ചായി, ഇനി വീട്ടിലേക്ക് വരും, അപ്പോൾ ഞാൻ പോകും. അപ്പോൾ ഇൻഷാല്ലാ വ്ളോഗ് എടുക്കാം. ഓക്കെ, പിന്നെ വീട്ടിലിപ്പോൾ കുറച്ച് പണികൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചൊന്ന് കുറച്ച് ദിവസം സ്റ്റേ ചെയ്യണമെന്ന് ഉണ്ട്. ഇനി അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമെന്ന് എനിക്കറിയില്ല. ജിനി, ഞാനും വാങ്ങി താജ്മഹൽ സൂപ്പർ ചായ എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നല്ല സുഖം വീഡിയോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. വീഡിയോ സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. പിന്നെ ഉമ്മാട് ഒന്നും മേടിക്കാൻ പറയണ്ട അല്ലേ, എല്ലാം വാങ്ങിച്ചിട്ട് വരുന്നു. അതെ, ചെറുതായിട്ടുള്ള ഒരു ലിസ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പിന്നെ പറയാത്ത കുറേ കാര്യങ്ങളും നമുക്ക് മേടിച്ചിട്ട് വരാറുണ്ട്. അങ്ങനെ മേടിച്ചിട്ട് വന്നതാണ് മാങ്ങ. കാരണം എനിക്കത് ഓർമ്മ ഉണ്ടായിരുന്നില്ല പറയാൻ വേണ്ടിയിട്ടും. പിന്നെ സൂപ്പർ ചൂട് കൂടുതലാണ് അല്ലേ? അതെ, നല്ല ചൂടാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. പിന്നെ ജിനി സൂപ്പർ ഗ്രേപ്സ് വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നുണ്ട്. വേർതിരിച്ചെടുത്തിട്ട് വേണമല്ലേ കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുണ്ടാവും അല്ലേ. ജിനിയുടെ റൂമിൽ AC ഇല്ലേ? ഉണ്ട് മുത്തേ, എല്ലാ റൂമിലും ഉണ്ട്. കറണ്ട് ബില്ല് വരുമ്പോഴത്തേന് നമ്മൾ ഇങ്ങനെ തല കറങ്ങി നിൽക്കേണ്ടി വരുമോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. 3 റൂമിൽ AC ഓൺ ആക്കാറുണ്ട്. ചില സമയത്ത് വോൾട്ടേജിൻ്റെ പ്രശ്നം കാരണം ഏതെങ്കിലും ഒരു റൂമിൽ ഓൺ ആവാറില്ല. അത് മിക്കവാറും എൻ്റെ റൂമിലായിരിക്കും. ഒരു 10-12 മണി വരെയൊക്കെ ഓണാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുട്ടികളുടെ റൂമിൽ വന്ന് കിടക്കാറാണ് കേട്ടോ പതിവ്.
കുഴപ്പമില്ല. ഇന്നലെയൊക്കെ പിന്നെ ഓണായി. എന്താണെന്നറിയില്ല. പിന്നെ ജിനി സുഖമാണ്, കുഴപ്പമില്ല. എന്താ നിങ്ങളുടെ വർത്താനെന്ന്? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. നല്ല സുഖമായിട്ട് പോകുന്നുണ്ട്. ചൂടൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പുറത്തിറങ്ങാറില്ല കേട്ടോ. പിന്നെ നല്ല ചൂടാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്നു. തൃശ്ശൂർ ഓക്കെ, തൃശ്ശൂരിലല്ലേ. എൻ്റെ വീട്ടിൽ വിളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ, ഇടിയും മഴയ്ക്ക്. നമ്മുടെ പാലക്കാട് ഈ സൈഡിലോട്ട് എത്തിയിട്ടില്ല. പാലക്കാട് മഴ പെയ്തു പറഞ്ഞിട്ട് കുറേ വീഡിയോ ഒക്കെ കണ്ടെങ്കിലും ഇവിടെ എത്തിയിട്ടില്ല കേട്ടോ. ഫ്രണ്ട് അടിച്ചുപൊളി അടിച്ചോരിന്നോ? ഫ്രണ്ട് അടിച്ചുപൊളി അടിച്ചോരിന്നോ? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊരു സംഭവമാണ് ജിനി, നിങ്ങൾ ആൾ അടിപൊളിയാണ്. ഓഫ്, എന്താണല്ലേ. പിന്നെ നിങ്ങളുടെ സംസാരം ഭയങ്കര രസമാണ്. ജിനി വീട്ടിൽ സംസാരിക്കുന്നത് ലൈവ് ഇടാമോ? അതിന് മോനെ കിട്ടുമോ എന്നൊരു ഡൗട്ടാണ്. എനിക്ക് പൊതുവേ വീഡിയോയിൽ നിൽക്കാൻ തന്നെ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ ലൈവായിട്ട് നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കാം. പിന്നെ ഡ്രസ്സ് സൂപ്പർ, അങ്ങനെ കുറേ കമൻസ് ഉണ്ട്. നമുക്ക് ഇനി നമ്മുടെ FBയിൽ നമ്മുടെ പ്രിയപ്പെട്ട ആൾക്കാർ എന്തെല്ലാം കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. ഞാൻ വേഗം ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ജിനി എൻ്റെ പൊന്നെ, എൻ്റെ മലയാളം ജിനി കമൻറ്റിൽ വായിച്ചു കേട്ടു. ഞാൻ ചിരിച്ചു ചത്തു. എപ്പോഴും എന്നെ വീട്ടിൽ കളിയാക്കുമെങ്കിലും ഞാൻ ഇങ്ങനെ വന്ന് പെടുമെന്ന് വിചാരിച്ചില്ല. എന്തായാലും ഞാൻ എഡിറ്റ് ചെയ്ത് കറക്റ്റാക്കി. ഗ്രാമർ ഇല്ലാത്ത മലയാളം ആയിരിക്കും എൻ്റെ. ആദ്യം പറയേണ്ടത് അവസാനം പറയേണ്ടത് ആദ്യം. ഓക്കെ, എഡിറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ. ഞാൻ നോക്കാം കേട്ടോ. സൂപ്പർ, ഹായ്, അങ്ങനെ പിന്നെ കുറേ ഹാർട്ട്. വീഡിയോ കണ്ടു, അടിപൊളിയാണ് എന്ന് പറയുന്നുണ്ട്. വലൈക്കും അസ്സലാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നമ്മുടെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും. കാരണം ഡെയിലി ഏറെക്കുറെ സെയിം കണ്ടൻറ് ഇടുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കണ്ടൻറ്റിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ എൻ്റെ എന്താ പറയുക, റെസിപ്പി കാര്യങ്ങളിലൊക്കെ ഞാൻ മാക്സിമം വ്യത്യാസങ്ങൾ വരുത്താൻ നോക്കാറുണ്ട്. കുറച്ചും കൂടെ നല്ല റെസിപ്പികളൊക്കെ ആഡ് ചെയ്യാറുണ്ട് എന്തായാലും. അപ്പോൾ ഞാൻ ഉള്ളിൽ അടിച്ചു വാരി. ഇവിടെ വേസ്റ്റ് ഇതുപോലെ 2 കവറിൽ ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ബാക്കിലൊരു ചാക്കുണ്ട്, അതിൽ കൊണ്ടുപോയി ഇടണം. സത്യം പറഞ്ഞാൽ ആ ചാക്കൊക്കെ എടുക്കുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. ഉള്ളിൽ പിന്നെ ഒരു ചാക്ക് വെച്ചു. ആ ഒരു കവറത്തെ പ്ലാസ്റ്റിക്കുകളൊക്കെ അവിടെ കൊട്ടിയ ശേഷം ഞാൻ വേഗം ഈ ഒരു ഭാഗം മേലെ നിന്ന് അടിച്ചു വാരി എടുക്കണം. ഇനിയിപ്പോൾ നോമ്പ് തുടങ്ങല്ലേ, നനച്ചുകൂലി പണികളൊക്കെ വേണ്ടേ. അതുണ്ടാവുകൊണ്ട് ഒരു ഇതിലെ അടുക്കളയൊക്കെ മൊത്തമായിട്ട് ഇറക്കേണ്ടി വരും ഇപ്രാവശ്യം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മൊത്തമായിട്ടൊന്നും ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മുടെ വീഡിയോയിൽ വഴിയെ നോക്കാം അല്ലേ. രാവിലെ ഒരു കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഉപ്പാക്ക് ഇങ്ങനെ വഴുതനങ്ങ ഫ്രൈ ചെയ്തത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മോന് വന്നിട്ട് എനിക്കൊരു ഫേസ് പാക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഫേസ് പാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഫേസ് പാക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ കുറച്ച് കടലമാവ് എടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ടൊരു 2 സ്പൂണ് നമ്മുടെ കസ്തൂരി മഞ്ഞളും പിന്നെ ഒരു പാക്കറ്റ് നമ്മുടെ ബ്രൂ കോഫിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഹണി ചേർത്തി കൊടുക്കുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ പാലെടുക്കുന്നു. നാരങ്ങയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. തണുത്ത ഫേസ് പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖത്ത് പെട്ടെന്നത് അബ്സോർവ് ചെയ്യുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം ഞാൻ വേഗം വന്നിട്ട് നമ്മുടെ വഴുതനങ്ങയുടെ പരിപാടി നോക്കുകയാണ്. വഴുതനങ്ങ ഇങ്ങനെ വറുക്കുമ്പോൾ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ഉള്ളിൽ വല്ല സാധനം ഉണ്ടോ എന്ന് നോക്കണം, ഇല്ലെങ്കിൽ നല്ല പണി കിട്ടും. അപ്പോൾ നല്ല ഫ്രഷ് വഴുതനങ്ങയായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീൻസും ഉണ്ടായിരുന്നു, അതിനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. മിണ്ടാണ്ട് ചോപ്പറിലിട്ടാൽ മതിയായിരുന്നു എന്നുള്ളത് ഇപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോഴേ എനിക്ക് ഓർമ്മ. പിന്നെ അരി നമ്മുടെ പൊന്നിയരിയാണ്. ഇതിനൊക്കെ ഒന്ന് കഴുകി കുക്കറിലാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഉപ്പേരിക്ക് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയുള്ളിയും അതുപോലെ നമ്മുടെ കറിവേപ്പിലയും എണ്ണയിലൊന്നും താളിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഐറ്റംസും ചേർത്തി കൊടുത്തിട്ട് ഇച്ചിരി ഉപ്പിട്ടിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ. ആവിയിൽ തന്നെ നമ്മളിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ വഴുതനങ്ങ ഫ്രൈക്ക് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണ, ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മീൻ പൊരിച്ച പോലെ ഉണ്ടാവും കേട്ടോ വഴുതനങ്ങ ഫ്രൈ. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്രാവശ്യം അത്യാവശ്യം മസാല ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. ആയിപ്പോയതാണ് ശരിക്കും പറഞ്ഞാൽ.
ആക്കിയതല്ല. സാധാരണ ഞാൻ വഴുതനങ്ങ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണയിൽ തന്നെ ഇതെല്ലാം ഇട്ടിട്ട് അങ്ങോട്ട് വഴുതനങ്ങ വെച്ചിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കും. ഇപ്രാവശ്യം ഇങ്ങനെ തന്നെ ആക്കിയെടുത്തു കേട്ടോ. അതിൽ തന്നെ മസാലയൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് പിന്നെ കുറച്ച് മസാല ബാക്കി വന്നത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. പതുക്കെ പൊരിച്ചെടുക്കണം, കാരണം എണ്ണയിൽ നമ്മൾ കുറച്ച് മസാല ഇട്ടു. പക്ഷേ ലാസ്റ്റ് ആയപ്പോൾ എന്ത് ചെയ്തു, കുറച്ച് ഓയിലായിപ്പോയി. അതുകൊണ്ട് ആസ്വദിച്ചങ്ങ് കഴിക്കാൻ പറ്റിയില്ല. ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുക. ഇച്ചിരി നാരങ്ങയുടെ നീരും കൂടെ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഒരു പുളിയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വഴുതനങ്ങ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ അടച്ച് വയ്ക്കട്ടെ. ഈ മസാല ചേർത്ത് കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് ചെരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് മസാലയ്ക്ക് ഒരു ഭാഗത്തേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ അതും റെഡിയായി. ഉപ്പേരി ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതും റെഡിയായി കഴിഞ്ഞാൽ നേരെ പോവുക റൂമുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. റൂമെല്ലാം തുടച്ചെടുത്ത ശേഷം ഞാൻ കുളിയും കഴിഞ്ഞ് വന്ന് വീണ്ടും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ വീഡിയോ ഒന്ന് നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതെന്താണെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എടുത്തുകൊണ്ടേ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 10, 20, 25 മിനിറ്റൊക്കെ വേണമെങ്കിൽ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് കിട്ടുമായിരിക്കും. അല്ല, 15 മിനിറ്റിൽ നിർത്തി കഴിഞ്ഞാൽ പോയി. പിന്നെ എനിക്ക് എടുക്കാൻ നല്ല മടിയാണ് കേട്ടോ. വ്ളോഗ് ചെയ്യുന്ന ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഇതാ എല്ലാ ഭാഗവും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് എന്നും തുടക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് പൊടിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോകുന്നത്. പക്ഷേ തട്ടിക്കൊട്ടി കഴിഞ്ഞാൽ ഉണ്ടാവും, ഇല്ലാണ്ടിരിക്കില്ല. പിന്നെ ഞാൻ രാത്രിയും ഒക്കെ എടുക്കണം വിചാരിച്ചാണ്. ഇന്ന് നൈറ്റ് ഇക്ക വരുന്ന ദിവസമായിരുന്നു. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് ഇക്ക എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങി, വ്ളോഗിൽ കാണാത്തതുകൊണ്ടേ. ചെന്നൈയിലായിരുന്നു. 2 വീക്സ് ആകുമ്പോൾ വരും കേട്ടോ. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ഇത്. ട്രാവലല്ലേ ഒരു നിർബന്ധമായിട്ട് എടുത്തിട്ട് വന്നത് എന്താണെന്നറിയോ, ഞാൻ ആ റൂമിലേക്ക് അത് അവന്റെ ഓട്ടോ നിൽക്കുമ്പോ അവൻ കൂടുതലും കരിഞ്ഞ അവിടെ നിക്കണ്ട, അങ്ങോട്ട് വാ കുട്ടി. നീ എടുക്കാണ്ട് പോവാൻ നിക്കരുത്, എടുക്കാണ്ടിരിക്കരുത്. അൺനോൺ നമ്പർന്ന് കണ്ട എനിക്ക് ഇനി കല്യാണത്തിൻ്റെ ഇടയിൽ പോകാൻ പറ്റില്ലല്ലോ. അവിടെ വെച്ചിട്ട് വന്നില്ലേ 2-3 ഡ്രസ്സ്. അങ്ങനെ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് ഫ്രൈഡേ ലഞ്ച് മുതലാണ് കേട്ടോ. ലഞ്ചിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇതിൽ കാണിക്കുന്നതെന്ന് മാത്രം. പള്ളിയിൽ പോയിരിക്കുകയാണ് അവർ. ഞാൻ പരിപ്പിച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഇക്കാക്ക് പരിപ്പിച്ചാറിൽ ആണ് ഏറ്റവും ഇഷ്ടം. പരിപ്പൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ കഷ്ണങ്ങളിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ് ഇട്ടിട്ട് ഇതും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേവിച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക, നമ്മുടെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വേവിച്ച ശേഷം നമുക്കിതിലോട്ട് കടുകും ചെറിയ ജീരകവും അതുപോലെ കറിവേപ്പിലയും നമ്മുടെ വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കൂടെ എണ്ണയിൽ താളിച്ചിട്ട് അതും കൂടെ ചേർത്തി കൊടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ കുറച്ച് മല്ലിയില കൊത്തിരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. നെക്സ്റ്റ് ആയിട്ട് ഞാൻ ഇന്ന് പൈനാപ്പിൾ പച്ചടി തന്നെയാണോ, മധുര പച്ചടി, അതെ. അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൈനാപ്പിളിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും അതുപോലെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കുക. തേങ്ങ, ജീരകം, കടുക്, പച്ചമുളക് ഇത് തൈരും ഒഴിച്ചിട്ട് അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. വേവിച്ച പൈനാപ്പിൾ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വെള്ളമായി പോകും. പിന്നെ നമ്മൾ തേങ്ങേൻ്റെ അരപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുക. മൺചട്ടി ആയതുകൊണ്ട് ഒന്നുകൂടി കുറുകിയിട്ട് വരും കേട്ടോ. അപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിലോട്ട് താളിപ്പിനായിട്ട് കടുകും പിന്നെ കറിവേപ്പില, ചുവന്ന മുളക് വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് കുറച്ച് മുന്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടച്ചു വയ്ക്കുക, കഴിക്കാൻ നേരത്തെ എടുക്കുക. എൻ്റെ ഫേവറേറ്റ് കറിയാണ് കേട്ടോ, സദ്യകളിൽ പ്രത്യേകിച്ച്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു തൃപ്തിയാണ് കേട്ടോ. പിന്നെ ഞാൻ ഉപ്പേരി അവരക്ക ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരികളിലൊന്ന് അവരക്കയാണ്. അപ്പോൾ അതും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഉപ്പേരിയൊക്കെ ഇച്ചിരി ഞാൻ വെക്കാറുള്ളൂ കേട്ടോ.
കാരണം ഡെയിലി ഫ്രഷ് വെക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. പിന്നെ തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ചീരത്തോരനും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചോറും വെച്ചു. ചീരത്തോരൻ്റെ എന്താ പറയുക താളിപ്പൊക്കെ റെഡിയാക്കി ചീര അതിലോട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പുറത്തു ഇനി മീനും വറുക്കാൻ വേണ്ടി വെക്കുക. ഇനി മീനൊക്കെ ഒന്ന് വറുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് തുടച്ച ശേഷം നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇന്നലത്തെ നമ്മുടെ മീൻ തന്നെയാണ് കേട്ടോ. അതും ഒന്ന് ചെമ്പല്ലി നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ അവർക്ക് പള്ളിയിൽ പോകാൻ സമയമായപ്പോൾ വേഗം ഒന്ന് പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇനി എൻ്റെ കുളിയൊക്കെ കഴിയണം. അതിൻ്റെ ഇടയിൽ ഞാനൊരു ഫേസ് പാക്കൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനും ഇടാറുണ്ട്. നല്ലൊരു ഇത് കിട്ടാറുണ്ട് കേട്ടോ ഫേസിന്. പിന്നെ ഞാൻ ജസ്റ്റ് 2-3 റെസിപ്പിയും കൂടി ഇതിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ബീട്രൂട്ട് പച്ചടി എനിക്കും ഇതും ഭയങ്കര ഇഷ്ടമാണ്. ബീട്രൂട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കടുക്, ചെറിയ ജീരകം, കറിവേപ്പില, പച്ചമുളകൊക്കെ എന്നിട്ട് ഇഞ്ചി ഉണ്ട് കേട്ടോ. അതിൽ ചെറിയ ജീരകമല്ല, കടുകും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിലോട്ട് തൈരും ആഡ് ചെയ്ത് കൊടുക്കുക, ഉപ്പ് ആവശ്യത്തിന്. പിന്നെ കടുക് താളിക്കുമ്പോൾ കടുക്, കറിവേപ്പില, ചുവന്ന മുളക് കേട്ടോ, അതും ഇട്ടുക. ഇച്ചിരിയും കൂടെ തൈര് കൂടുതൽ ഇട്ടോളൂ കേട്ടോ, കുറച്ച് പരന്നനെ ഇരിക്കട്ടെ. ഇത് ഒരുപാട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യയിൽ. പിന്നെ അവർ വരുമ്പോഴത്തേക്കും ഞാൻ വേഗം പോയിട്ട് പപ്പടമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. എന്തായാലും തടിച്ചായി വരുന്നുണ്ട്. അയ്യോ, ഇനിയിപ്പോൾ PCOD ഉണ്ടോ എന്നുള്ളത് നെക്സ്റ്റ് ചെക്ക് ചെയ്യണം. ഒരു ഐഡിയ ഇല്ല എന്താന്ന്. മൊത്തത്തിൽ ശരീരത്തിനൊരു സുഖമില്ലാത്ത പോലെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചോറൊന്ന് നമുക്ക് കുക്കറിലല്ലേ, അതിനൊന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കണം. പിന്നെ പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഫുഡ് ഹാബിറ്റും ഒക്കെ ഒന്ന് മാറ്റേണ്ടി വരും കേട്ടോ. എനിക്ക് തോന്നുന്നു ഡോക്ടറിനെ കണ്ട ഫസ്റ്റ് പറയുന്നത് അതായിരിക്കും. ഫുഡ് ഹാബിറ്റ്സ് എന്താണ്, അതൊക്കെ ഒന്ന് ചേഞ്ച് ആക്കണമല്ലോ എന്നായിരിക്കും ഫസ്റ്റ് പറയുന്നത്. പിന്നെ നമ്മൾ പരിപ്പിച്ചാറൊന്ന് വിളമ്പിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം നെക്സ്റ്റ് പരിപാടി എന്താ, രസം ഞാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള ചൂടുണ്ട്, ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല. എന്നോട് പാലക്കാട് എവിടെയാണ് വീട് ചോദിക്കുന്നുണ്ട്. പാലക്കാട് കഞ്ചിക്കോട് ചുള്ളിമടയാണ് കേട്ടോ എൻ്റെ വീട് വരുന്നത്. അപ്പോൾ ഞാൻ മധുരപ്പച്ചടി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. കുറച്ചൊന്ന് കഴിച്ച് നോക്കുക കേട്ടോ. അത് കഴിക്കുമ്പോൾ എൻ്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ നോക്കിയേ. അപ്പോൾ അതൊന്ന് കഴിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പടം ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു മോട്ടിവേഷനാണ് നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ. താങ്ക് യു സോ മച്ച്. എന്താ ഈ കാണുന്നത്, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റോറി പോലെ ഇപ്പോൾ ഇങ്ങനെ എൻ്റെ പോസ്റ്റിലുണ്ടാവും, എഴുതിയിടാറുണ്ട്. വായിക്കാൻ ഇഷ്ടമുള്ളവർ വായിക്കുക കേട്ടോ. ജസ്റ്റ് ഒരു രസം, അത്രേ ഉള്ളൂ. മാഷാ അല്ലാഹ്, നല്ലൊരു കുടുംബിനിയാണ്. എത്ര ജോലിയാണ് ചെയ്യുന്നത്. കുടുംബത്തിൽ ജോലി ചെയ്യണതുകൊണ്ട് മാത്രം ഒരാൾ കുടുംബിനി ആവണം. ഇനിയിപ്പോൾ ജോലി ചെയ്തില്ല എന്ന് വിചാരിച്ചിട്ട് അയാൾ കുടുംബിനി അല്ല എന്നുള്ളതും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ആൾക്കാർക്ക് എങ്ങനെയൊക്കെ ജീവിക്കണം ഇഷ്ടം അതുപോലെ ജീവിക്കട്ടെ. വീട് പണികൾ എടുക്കുന്ന മാത്രം ആൾക്കാർ നല്ലതാണെന്നുള്ളൊരു കോൺസെപ്റ്റ് എനിക്കില്ല കേട്ടോ. എന്തായാലും എൻ്റെ ഒരു ലൈഫ് അങ്ങനെയാണ്. ഞാൻ ശീലിച്ചു വന്നതും ഇങ്ങനെയാണ്. എനിക്ക് ചെയ്യാൻ ഇപ്പോൾ ഇഷ്ടമുള്ളതും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. എല്ലാവർക്കും ഇങ്ങനെ രാവിലെ എണീച്ച് വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ജീവിക്കാൻ എല്ലാവർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് എങ്ങനെയൊക്കെ ആൾക്കാർക്ക് ഇഷ്ടം അതേപോലെ ജീവിക്കട്ടെ. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ഒരു ലൈഫല്ലേ ഉള്ളൂ, അതുപോലെ അങ്ങ് ജീവിക്കട്ടെ അല്ലേ. അങ്ങനെ ഞാൻ ഓരോന്നായിട്ട് പ്ലേറ്റിലോട്ട് വെക്കുകയാണ്. ഇതൊന്നും ഇങ്ങനെ പ്ലേറ്റിൽ നിരത്തി കൊണ്ടുവന്ന് വെക്കാത്തത് കുറേ പാത്രങ്ങൾ ഉണ്ടാവുമല്ലോ കഴുകാൻ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അവർ പള്ളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. സ്ലോ മോഷനിൽ നടക്കണോ, ചൂടല്ല പൊള്ളണു. എന്താ കുട്ടി പൊള്ളണില്ല വെയില്.
പൈനാപ്പിൾ പച്ചടി കുറച്ച് വെച്ചിട്ടുണ്ടോ? അതല്ലേ പറഞ്ഞത് രാവിലെ സിനിമയില് കൊണ്ടുപോകേണ്ട ഞാന് എന്റെ വെജിറ്റബിൾസ് ഞാനിതൊക്കെ വോയിസ് ഇടും കേട്ടോ. ആ ചക്കര എന്നൊക്കെ പറഞ്ഞോ. ആ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. ആദ്യം തന്നെ പറഞ്ഞതാണ് ഇല വെട്ടാനുള്ള കണ്ടപ്പോ എനിക്ക് ഇല വെട്ടാൻ നല്ല വിലകളുണ്ടോ? ബെഡ്റൂമിന്റെ എല്ലാം പറയണ ഇല വെച്ചത് എന്താണ് വെണ്ടയ്ക്ക് ചാറ് ഒഴിക്കണം, പരിപ്പ് ചാറ് ഒഴിക്കണം. ഇപ്പൊ വെച്ച പരിപ്പ് ചാറാണ്. ഉള്ളിക്കായും പരിപ്പും കൊത്തവരയ്ക്കും വേണ്ടേ? ചോറ് ഒഴിക്കണം പറയാം. എന്റെ റിഹാന്റെ പ്ലേറ്റ് ഒന്ന് അങ്ങനെ അവനോട് പൊള്ളണില്ലേ വെയിൽ എന്നൊക്കെ ചോദിച്ച് ഞങ്ങളുടെ ലഞ്ചെല്ലാം കഴിഞ്ഞ് പിന്നെ പോയി കുറച്ച് നേരമൊക്കെ കിടന്നു. പൈനാപ്പിൾ കട്ട് ചെയ്ത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അതപ്പോൾ കഴിച്ചു. പിന്നെ ഈവനിങ് ആയപ്പോൾ മാങ്ങ അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന് കുറച്ച് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനൊരു 5-6 മാങ്ങ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. സത്യം പറഞ്ഞത് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ് കേട്ടോ. വാങ്ങിച്ചത് എന്നല്ല, കണ്ടപ്പോൾ ഞാനങ്ങനെ പ്ലാൻ ചെയ്തു. പക്ഷെ വെറുതെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, വെറുതെ കഴിക്കാനാണ് തോന്നുന്നത് കേട്ടോ. ഒന്നും ഉണ്ടാക്കിയിട്ട് ഇനി അത് കൊളാക്കണ്ട എന്ന് വിചാരിക്കൂലേ. പക്ഷെ കൊളാവില്ല, ടേസ്റ്റ് ഒന്നും കൂടി കൂടുന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഞാൻ എന്ത് ചെയ്തു, ഒരു 6 മാങ്ങ എടുത്തു കേട്ടോ. 6 മാങ്ങ 6 ടേസ്റ്റും 6 ഇതായിരിക്കുന്ന എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഞാൻ ഓരോ മാങ്ങ കട്ട് ചെയ്ത് 6 പ്ലേറ്റിലോട്ട് ഇങ്ങനെ വെച്ചു. അങ്ങനെ എല്ലാ മാങ്ങയും എല്ലാവർക്കും കിട്ടി. ഞാൻ അങ്ങനെയാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത്. പിന്നെ പണ്ട് മുതലേ ഷെയറാക്കാൻ ഞാൻ ഭയങ്കര മിടുക്കിയാണെന്ന് പലരും പറയണത് കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്നറിയില്ല ആ ഒരു കഴിവ് എനിക്ക് വന്നത്, അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വേഗം ചെത്തി എടുക്കുന്നുണ്ട്. മാങ്ങ എപ്പോഴും തൊലി ചെത്തിയിട്ട് തന്നെയാണ് ഇവിടെ കഴിക്കാറുള്ളത്. കോമാങ്ങ ആകുമ്പോൾ തൊലി ചെത്തേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നത്. ഞാൻ ഇനിയിപ്പോൾ ഇതിലേതാ പഴുത്തതെന്ന് തപ്പി കണ്ടുപിടിക്കുകയാണ് കേട്ടോ. അയ്യോ, തപ്പലിൻ്റെ ഒടുവിൽ എനിക്കൊന്ന് കിട്ടി. അപ്പോൾ അപ്പോഴത്തേക്ക് അതിലൊരു നാര് പോലെ ഒരു സാധനം, അതിനൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഇനി വേഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ കാണണമെന്ന് വിചാരിച്ചു. എന്നോട് സിനിമ കാണാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വീട്ടിലുള്ള TV-യിലാണ് കാണുന്നത് കേട്ടോ. അത് അങ്ങനെ ആഴ്ചയിലൊരിക്കൽ, ഇപ്പോൾ വെക്കേഷനായിട്ട് കുറച്ച് കൂടുതലാണ് കാണൽ, ഇല്ലയെന്നല്ല. കാണുമ്പോൾ കൊതിയാവുന്നുണ്ടോ? നിങ്ങൾക്ക് മാങ്ങ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് ക്ഷമിക്കൂ. ഇത് വാങ്ങിച്ചതാണ്, വീട്ടിലുണ്ടായതല്ല. നമ്മുടെ വീട്ടിൽ പണ്ട് നിറയെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അധികം ഇല്ല മാങ്ങ. ഇനി പുതിയ മരങ്ങളൊക്കെ വെച്ചിട്ട് വേണം. അങ്ങനെ മാങ്ങയൊക്കെ ഇരുന്ന് കഴിച്ച് ഇങ്ങനെ സന്തോഷമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്ക് തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മൈ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ വീഡിയോ ഒന്നുകൂടി ലെങ്ത് ആവട്ടെ വിചാരിച്ചിട്ടാണ് 2-3 റെസിപ്പി ആഡ് ചെയ്ത് കൊടുത്തത്. അവിടെ ഞാൻ ജസ്റ്റ് മ്യൂസിക് മാത്രം ഇട്ട് കൊടുക്കുകയാണ്. കാണണം എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, ഇല്ലെങ്കിൽ കാണണ്ട കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അതുപോലെ തന്നെ FB യൂട്യൂബൊക്കെ ഇൻസ്റ്റ എല്ലാവരൊക്കെ മാക്സിമം ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയും ഞാൻ എന്നൊക്കെ ആവുന്നുണ്ട് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.